പി ജയരാജൻ വധശ്രമക്കേസിൽ സുപ്രീംകോടതിയിൽ അപ്പീൽ സമർപ്പിച്ച സംസ്ഥാന സർക്കാർ 7 പ്രതികളെ വെറുതെ വിട്ട കേരള ഹൈക്കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ. പ്രതികളെ ശിക്ഷിക്കാൻ മതിയായ തെളിവുകളുണ്ടെന്നും അപ്പീലിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പി ജയരാജൻ വധശ്രമക്കേസിലെ ഹൈക്കോടതി വിധിക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. കേസിലെ പ്രതികളായ 7 RSS പ്രവർത്തകരെയും ഹൈക്കോടതി വെറുതെ വിട്ടതിനെതിരെ പ്രതികളെ ശിക്ഷിക്കാൻ മതിയായ തെളിവുകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അപ്പീൽ സമർപ്പിച്ചത്. കേസിലെ 2ാം പ്രതി ഒഴികെയുള്ള 7 പേരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. വധശ്രമം, ആയുധമുപയോഗിക്കൽ, കലാപമുണ്ടാക്കാൻ ശ്രമം തുടങ്ങി പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നായിരുന്നു ഹൈക്കോടതി വിധി. 1ാം പ്രതി കടിച്ചേരി അജി, 3ാം പ്രതി കൊയ്യോൺ മനോജ്, 4ാം പ്രതി പാറ ശശി, 5ാം പ്രതി എളംതോട്ടത്തിൽ മനോജ്, 7ാം പ്രതി ജയപ്രകാശൻ എന്നിവരെയാണ് കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത്. 2007 വിചാരണ കോടതി ഇവർക്ക് 10 വർഷത്തെ കഠിന തടവും പിഴയും വിധിച്ചിരുന്നു. ഹൈക്കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ 2ാം പ്രതി ചിരുങ്കണ്ടത്ത് പ്രശാന്തിന്റെ ശിക്ഷ 1 വർഷമായി കുറച്ചു. വിചാരണ കോടതി പ്രശാന്തിനെ നേരത്തെ 10 വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു. കുറ്റപത്രത്തിൽ 6ാം പ്രതിയായിരുന്ന കുനിയിൽ ഷനൂബ്, 8ാം പ്രതി കൊവ്വേരി പ്രമോദ്, 9ാം പ്രതി തൈക്കണ്ടി മോഹനൻ എന്നിവരെ വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചിരുന്നു. ഹൈക്കോടതി വെറുതെ വിട്ട 4ാം പ്രതി പാറ ശശി RSS ജില്ലാ കാര്യവാഹും 1ാം പ്രതി കടിച്ചേരി അജി താലൂക്ക് കാര്യവാഹുമായിരുന്നു. 1999 തിരുവോണനാളിലാണ് പി ജയരാജനെ RSS പ്രവർത്തകർ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി.